വീരപാണ്ഡ്യ കട്ടബൊമ്മന് ബ്രിട്ടീഷുകാര് വൈരം തീരാഞ്ഞിട്ട്, വാശി തീരാഞ്ഞിട്ട് 4 തവണയാണ് തൂക്കിക്കൊന്നത്. ഒരു തവണ തൂക്കിക്കൊന്ന ഒരാൾ മരിക്കും. പക്ഷെ ഇയാളുള്ള അത്ര വൈരകൻ, അത്ര ധീരമായിട്ടാണ് അയാൾ പൊരുതിയത്. പക്ഷെ കേരളത്തിലെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ ഇവര് സംബന്ധം കളിച്ചു. ഞങ്ങളെയൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ സംബന്ധം. ബ്രിട്ടീഷുകാരതുകൊണ്ട് ഈ കൊട്ടാരങ്ങളെ കയറി ആക്രമിച്ചില്ല. അല്ലെങ്കിൽ ഈ തൗടിയാർ പാലസും കിഴക്കേക്കോട്ടയും കിഴക്കോട്ട് ചുറ്റുമുള്ള കൊട്ടാരങ്ങളും ഒന്നും അവിടെ നിൽക്കില്ലായിരുന്നു അവരോട് ആക്രമിക്കാൻ പോയിരുന്നെങ്കിൽ. അങ്ങനെ ആക്രമിക്കാൻ തയ്യാറായ ധീരന്മാരായ ഇവിടുത്തെ ടിപ്പു സുൽത്താൻ പോലുള്ള എല്ലാ രാജാക്കന്മാരുടെയും അവശിഷ്ടങ്ങൾ കാണാൻ പറ്റാത്തവണ്ണം അവരിടിച്ചു നിരത്തി അവരുടെ വൈരാഗ്യം കാരണം. പക്ഷെ ടിപ്പു സുൽത്താനോട് ഇത്രയധികം വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം 2 ഉത്തരവുകളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. കോഴിക്കോട് വന്നപ്പോ 1795-96 ആദ്യത്തെ ഉത്തരവ്, അദ്ദേഹം നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഈ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാതെ അർത്ഥനഗ്നകളായി നടക്കുന്നു. കാരണം അദ്ദേഹം വന്ന മൈസൂരിലെ ഈ വസ്ത്ര സംസ്കാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സ്ത്രീകൾ പോലും അർത്ഥനഗ്നകളായി നടക്കുന്നത് കണ്ട് അദ്ദേഹത്തെ നാണം തോന്നിയിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നിങ്ങൾ വസ്ത്രം ധരിക്കാത്തത് വസ്ത്രം വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടാണെങ്കിൽ എന്റെ രാജ്യത്ത് നിന്ന് ഞാൻ വസ്ത്രം വരുത്തി തരും, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാനുള്ള പണം തരും. അതുകൊണ്ട് നാളെ മുതൽ എന്റെ പ്രജകളെല്ലാം ഡീസന്റായി വസ്ത്രം ധരിച്ചു കൊള്ളണം. ഒന്നാമത്തെ വിളംബരം. ഇത് ഒരുപാട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് റിലീഫ് കിട്ടി.